മുകേഷിന് എതിരെ ഉയരുന്ന ആരോപണങ്ങൾ അത് ലളിതമല്ല, അതിസങ്കീർണമായിട്ടുള്ള ആരോപണങ്ങളാണ്. 3 പേർ പരാതിയുമായി രംഗത്ത് വരികയും ഒരു പരാതിയിന്മേൽ ഇപ്പോൾ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ നിയമ നടപടികൾ കൂടുതൽ ബലപ്പെടുകയാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ചോളം പൂർണ്ണമായും തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയാണോ റെജി ലൂക്കോസ്? പ്രതീക്ഷ ഇതിലും സങ്കീർണമായ നിയമ നടപടികൾ സ്ത്രീപീഡനത്തിൽ നേരിടുന്ന 2 MLA ഇപ്പൊ നിയമസഭയിലുണ്ട്. UDF-ന്റെ ഒന്ന് പെരുമ്പാവൂർ MLA, രണ്ടാമത് വിഴിഞ്ഞ MLA. അതില് വിഴിഞ്ഞ MLA ജയിലിൽ കിടന്നു, പെരുമ്പാവൂർ MLA ഇപ്പൊ ജാമ്യത്തിൽ. അവരെ ഈ RYF-ന്റെയും UDF-ന്റെ നേതാക്കൾ ആദ്യം അവരുടെ വീടുകളുടെ അല്ലെങ്കിൽ അവരുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത് അവരെ കൂടെ രാജിവെപ്പിക്കുക. ആ ധാർമ്മികത അവർ ആദ്യം കാണിക്കുക. അതല്ല അവർ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് ചെയ്യേണ്ടത്. മുകേഷ് MLA കുറിച്ച് ഇപ്പോൾ ഒരു ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വസ്തുതയാണ്, നമ്മളെല്ലാം കേട്ട കാര്യങ്ങളാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നിയമ നടപടികളോട് മുന്നോട്ട് പോട്ടെ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ധാർമ്മികത രാജിയെ കുറിച്ച് ഇവര് പ്രക്ഷോഭങ്ങൾ നടത്തട്ടെ. ഇപ്പൊ നടത്തുന്നത് സ്വന്തം പോക്കറ്റിനകത്ത് 2 MLA ശ്രീപീഡനത്തിൽ കുപ്രശസ്തരായിരിക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന ആരോപണവിധൻ മാത്രമായിട്ടുള്ള MLA കുറിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താന്ന് പറഞ്ഞാൽ എന്ത് ധാർമ്മികത, എന്ത് രാഷ്ട്രീയ അന്തസ് അവർ പുലർത്തുന്നത്? ഒന്ന്. രണ്ടാമത് ഈ രാജ്യം ഒന്ന് ആവശ്യപ്പെടാറുണ്ട്, പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് പറയിപ്പിക്കാൻ അവർക്ക് പറ്റുമോ? ഇവരുടെ ചങ്കൂറ്റുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു. അദ്ദേഹം ഈ നിമിഷം വരെ ഇദ്ദേഹം രാജിവെക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ആകപ്പാടെ അത് തീരുമാനിക്കേണ്ടത് മുകേഷ് MLA-യും CPM-ആണെന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഇടത്തും മരത്തും ഇരിക്കുന്ന 2 പേര് അറിയപ്പെടുന്ന ഇത്തരം കേസുകളിലെ പ്രതികളാണ്. അപ്പൊ പിന്നെ അദ്ദേഹം പറയുന്നത് പിന്നെ ഇവരെ പോലുള്ളവര്. ശ്രീ റെജി ലൂക്കോസ്, ഇടതുപക്ഷത്തിന്റെ സ്ത്രീ നിലപാട് അല്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാട് അത് UDF-മായി ചേർത്ത് വായിക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം UDF-നേക്കാൾ ആത്മാർത്ഥതയോടുകൂടി ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ തരത്തിൽ ഉണ്ടാകുന്ന ഇരകൾക്കൊപ്പം നിൽക്കുകയും ആ പ്രഥമ ദൃഷ്ട്യാ വരുന്ന ഈ റിപ്പോർട്ടുകളെ പോലും ആ നിലയിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു വനിതാ മതിലും ആ സ്ത്രീകളെ കൈചേർത്ത് മതിൽ തീർത്ത ഒരു പ്രസ്ഥാനം കൂടിയാണ്. അപ്പോൾ അവിടെ ഒരു പിടിവള്ളിക്കായി ഈ 2 MLA-മാരിലെ സാഹചര്യം പറഞ്ഞുകൊണ്ട് ഒരു പിടിവള്ളി തേടിപ്പോകുന്നത് ഒരു ശരികേടല്ലേ ശ്രീ റെജി ലൂക്കോസ്? അല്ല, ഇതിനകത്ത് പിടിവള്ളിയില്ല. കാരണം വെച്ചാല് പ്രതീക്ഷ പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റായി. UDF-കാർക്ക് ഭാഗത്തുനിന്നുള്ള രീതിയിലുള്ള അധാർമികമായിട്ടുള്ള അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ള അവർ വെച്ച് ഉറപ്പിക്കത്തില്ല. പക്ഷെ അതിന്റെ ഇവിടെ എന്താ വിഷയം? ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു നടൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു. ഒരു ആരോപണം 15 വർഷങ്ങൾക്ക് ശേഷം ബംഗാളിലെ ഒരു നടി ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചു. വളരെ നിർണായകമായ പോസ്റ്റ് ഇരുന്ന ഒരു സംവിധായകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ജനങ്ങൾ തെരഞ്ഞെടുത്ത പദവിയിൽ നിന്നിരുന്ന ആളല്ല, ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അദ്ദേഹത്തിനെ കൊണ്ട് രാജിവെപ്പിച്ചു. അതുകൂടാണ്ട് തന്നെ ഇത്തരം അധാർമികമായിട്ടുള്ള ഇത്തരം ഒരു പ്രവൃത്തി ഇല്ലാതെ, ഇത്തരം അശ്ലീല ആരോപണങ്ങൾ ഇല്ലാതെ കണ്ട് തന്നെ ഒരു മന്ത്രിയെ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ, ഈ 2ാം പിണറായിന്റെ കാലത്ത് സജി ചെറിയാന്റെ വായിൽ നിന്ന് വന്ന ഒരു നാടൻ പ്രയോഗത്തിന്റെ പേരിൽ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ച് കോടതിയിൽ നിന്നും സംശുദ്ധി നേടി അദ്ദേഹം വീണ്ടും മന്ത്രിയായിരിക്കുന്നു. ആ പാരമ്പര്യമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചോളം സ്ത്രീവേട്ടയിൽ മുന്നിൽ നിൽക്കുന്ന ആരാണെന്നുള്ള പ്രതീക്ഷ പറഞ്ഞതായാലും നന്നായി. ഒരിക്കലും അത്തരക്കാരെ വെച്ചു ഉറപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല CPM. പക്ഷെ അവിടെ മുകേഷിന്റെ പേരിൽ ഇപ്പോ വന്നിരിക്കുന്നത് ആരോപണം മാത്രമാണ്. അങ്ങനെ ആരോപണം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷ കക്ഷികൾ ഇങ്ങനെ ദിവസവും ആരോപണം ഉന്നയിച്ചാൽ എത്ര പേർക്ക് കൂടെ MLA ആയിട്ടിരിക്കാൻ പറ്റും? 4 ദിവസം മുമ്പ് താങ്കൾ ഇട്ട ആ പോസ്റ്റിലെ ഈ മുകേഷിനോട് കാട്ടുന്ന ആനുകൂല്യം എന്തുകൊണ്ട് രഞ്ജിത്തിന് ആ ഒരു ആനുകൂല്യം നൽകാത്തത്? താങ്കൾ പറഞ്ഞത് രഞ്ജിത്തിന് എന്റെ വിഷയം വരുമ്പോൾ താങ്കൾ ഇട്ട പോസ്റ്റ് ഞാൻ വായിക്കണം. ഇയാളെ ഒരു ഇടതുപക്ഷ അനുഭാവിയായി പോലും കാണാൻ കഴിയില്ല. ജനകീയ സർക്കാരിന് അപമാനമാണ് ഈ മാടമ്പി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും എന്നേ ഇയാളെ പുറത്തേക്കേണ്ടതായിരുന്നു, ഉടൻ പുറത്താക്കണം. അതായത് താങ്കൾ പറഞ്ഞതുപോലെ കേവലം ഒരു ജനപ്രതിനിധി, അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഒരു ഫോറത്തിന്മേൽ ഇരിക്കുന്ന വ്യക്തിയെ പോലും താങ്കൾ അങ്ങനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിലപാട് എന്തുകൊണ്ടാണ് മുകേഷിനോടില്ലാത്തത്? 3 പേരാണ്, 1-2 പരാതിയല്ല, 1-2 പരാതിയല്ല, 2-3 പരാതികൾ. ആ പോസ്റ്റ് വളരെ വൈറലായ ഒരു പോസ്റ്റ്. ആ പോസ്റ്റിനകത്ത് ഈ രഞ്ജിത്തിന്റെ മുൻകാലത്തുണ്ടായ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ പോസ്റ്റിനകത്ത് അതിന്റെ മുൻകാലത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചെന്നുള്ളവർ ഞാൻ മാത്രമല്ല, ഇടതുപക്ഷത്തെ ഉൾപ്പെടെ കേരളത്തിലെ പൊതുസമൂഹം മുഴുവനും അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചു. തന്നെയുമല്ല, അദ്ദേഹം അത് നിഷേധിച്ചുകൊണ്ട് പുറകെ വന്നു. അദ്ദേഹത്തിന്റെ ആ നിഷേധക്കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന വാക്കുകളൊക്കെ എത്ര മോശമായിരുന്നു. ആ ഭാഗികമായിട്ട് അത് ശരിയാണെന്ന് പറഞ്ഞു, സത്യമാണെന്ന് പറഞ്ഞത്. അപ്പൊ അർത്ഥസത്യം എന്ന് പറയുമ്പോൾ കുറച്ച് സത്യങ്ങൾ ഇതിനകത്തുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിനെ പുറത്താക്കണമെന്ന് ശക്തമായ എടുത്തു, ഞങ്ങൾ എല്ലാവരും എടുത്തു, ഒരു തർക്കമല്ല കാര്യത്തിൽ. അതുപോലെയുള്ള മുകേഷിനെ സംബന്ധിച്ചുള്ള അതിനുശേഷം മുകേഷ് ഇന്നലെ ഇട്ട ആ വരികളെ താങ്കൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണോ? അല്ല, ഞാനത് അതിലേക്ക് തന്നെ ഇതെല്ലാം കണ്ടിട്ട് തന്നെ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇപ്പം ചലച്ചിത്ര സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു സമിതിയിൽ നിന്നും അതിന് ക്ഷേമകാര്യങ്ങൾ നോക്കുന്ന ഒരു സമിതിയിൽ നിന്നും അദ്ദേഹത്തിനോട് രാജിവെക്കാനായിട്ട് പാർട്ടി ആവശ്യപ്പെട്ട ഞാൻ അറിഞ്ഞത്. അദ്ദേഹത്തിനെ പുറത്താക്കട്ടെ, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട MLA എന്നുള്ള സ്ഥാനത്ത് നിന്ന് MLA എന്നുള്ള സ്ഥാനത്ത്
ആ ധാർമ്മികമായ ചുമതല ഇല്ലാത്തെന്ന് ഞാൻ പറയുന്നില്ല. MLA അല്ല, മന്ത്രിയല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിലും ധാർമ്മികതയുടെ പേരിൽ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം ജനാധിപത്യത്തോട് കൂറുള്ളവരും പിന്നെ അത് ചെയ്യണം. പക്ഷെ പക്ഷേ ആനി രാജ എന്ന് പറയുന്നത് അറിയാലോ, CPIയുടെ പ്രധാനപ്പെട്ട നേതാവ്, വനിതാ പോരാട്ടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന നേതാവ് ആവശ്യപ്പെട്ടത് എന്താണ്? മുകേഷ് MLA രാജിവെച്ച് മാറി നിൽക്കണമെന്നാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൽ പോലും ഇക്കാര്യത്തിൽ ഒരു യോജിപ്പില്ലല്ലോ ശ്രീ റെജി ലൂക്കോസ്. അല്ല, അതിനുള്ള മറുപടി ഇത്രയുള്ളൂ. ആനിരാജ പിന്നെ CPIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അവർ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളല്ലേ. കേരളത്തിലെ CPIയുടെ നേതൃത്വം പറയട്ടെ, അഭിപ്രായം ബഹുമാനപ്പെട്ട വിനോദ് പറയട്ടെ, മുകേഷ് MLA രാജിവെക്കണം അദ്ദേഹത്തിന്റെ നിലപാടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി അത് പരിഗണിക്കും. ഒരു തർക്കമല്ല കാര്യത്തിൽ. അവരല്ലേ ഔദ്യോഗികമായിട്ട് പറയണേ. ആനിരാജ പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. എനിക്ക് വളരെ റെസ്പെക്ട് ഉള്ള ഒരു ലേഡിയാ ആനിരാജ. നല്ലൊരു ഫൈറ്ററാണ്. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പീഡന പ്രശ്നങ്ങളിലോ അല്ല അവരുടെ ക്ഷേമപ്രവർത്തനങ്ങളിലും മാത്രമല്ല, അവര് ദേശീയ തലത്തിൽ തന്നെ പല കാര്യങ്ങളിലും ഈ BJP സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഫൈറ്റ് നടത്തുന്ന ധീരയായ ഒരു വനിതയാണ് ആനിരാജ. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല കാര്യത്തിൽ. പക്ഷെ അതിന്റെ ഔദ്യോഗിക മറുപടി പ്രതികരിക്കേണ്ടത് വിനോദമാണ്, CPIയുടെ സംസ്ഥാന ഘടകമാണ്. ശ്രീ ഉല്ലാസ് കോവൂർ, RYF ആണ് ഈ വിഷയത്തിൽ മുകേഷിനെതിരായ ആരോപണങ്ങൾ വന്നപ്പോൾ തുടക്കത്തിൽ തന്നെ ആ രാത്രിയിൽ വൈകുന്നേരം പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു യുവജന സംഘടന. ഇപ്പോൾ നോക്കൂ, അതിനുശേഷം ഒരുപാട് ആഴത്തിലേക്ക് ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി വരത്തില്ല എന്ന് പറയാനും കഴിയില്ല. അപ്പോൾ ഒരു ജനപ്രതിനിധിയാണ്, ആ കൊല്ലത്തെ ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ സ്ഥാനം ഒഴിയണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞുവല്ലോ, സമാന സാഹചര്യങ്ങൾ നിങ്ങൾക്കുമുണ്ടല്ലോ. നിങ്ങളുടെ 2 UDFന്റെ MLA മാർ ഈ സഭയിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അതും ചേർത്ത് വായിക്കേണ്ടതല്ലേ ശ്രീ ഉല്ലാസ് കോവൂർ? RYFന് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്, ശ്രീ മുകേഷിനെതിരായി സമാനമായ ഒട്ടനവധി ആരോപണങ്ങൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുൻപ് നിൽക്കുന്നതിന് എത്രയോ മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. അതെല്ലാം കേരളീയ പൊതുസമൂഹം വിലയിരുത്തിയിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 1.5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് കൊല്ലം ജനത അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായി അദ്ദേഹം ഇപ്പോൾ വാദിക്കുന്നത് പോലെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ശ്രീ മുകേഷ് വാദിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പും നടക്കുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരമുള്ള വിഷയങ്ങളൊന്നും തന്നെ ഞങ്ങൾ ഉയർത്തിയിട്ടില്ല, UDF ഉയർത്തിയിട്ടില്ല. RSPയുടെ പ്രതിനിധിയായി ശ്രീ NK പ്രേമചന്ദ്രൻ മത്സരിക്കുമ്പോൾ RSP ഉയർത്തിയിട്ടില്ല. ശ്രീ റെജി ലൂക്കോസ് ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തോട് RYFന് പറയാനുള്ളത് ശ്രീ മുകേഷ് പറഞ്ഞ അതേ വാക്കുകളാണ്. അന്തസ് വേണം, അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് 354ഉം 376ഉം ഇട്ട് കേസെടുത്ത് ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നത്. ഇത് ഏതെങ്കിലും 2 വ്യക്തികൾ തമ്മിലുള്ള ഇഷ്യൂ അല്ല. ഇവിടെ ശ്രീ റെജി ലൂക്കോസ് സൂചിപ്പിച്ചതുപോലെ 2 MLA മാർക്കെതിരായി ആരോപണമുയർന്നപ്പോൾ UDF അതിനെതിരായി കോൺഗ്രസ് അതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ്. അത് 2 വ്യക്തികൾ തമ്മിലുള്ള ഇഷ്യൂ ആയിരുന്നുവെങ്കിൽ ഇന്ന് അതാണോ സ്ഥിതി? ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് സിനിമാ മേഖലയിലെ ശ്രീ ഉല്ലാസ് കോവൂർ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന റെജി ലൂക്കോസിന്റെ ഞാൻ പറയട്ടെ, അതായത് ഈ 2 സാഹചര്യങ്ങളെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന 2 തരത്തിലെന്ന് പറയുമ്പോൾ, ഒന്ന്, റെജി ലൂക്കോസിന്റെ വാചകങ്ങളോട് പൂർണ്ണമായും നമുക്ക് സമ്മതിക്കാൻ കഴിയില്ല. കാരണം ഇടതുപക്ഷ പ്രവർത്തകർക്ക് സമ്മതിക്കാൻ കഴിയില്ല. ഇടതുപക്ഷത്തിൽ നിന്നും ഒരു അനുകൂല നിലപാട് സ്ത്രീപക്ഷത്തു നിന്നും പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ അതിനെ ഒരു പിടിവള്ളി ാൻ പാടില്ല. പക്ഷേ ശ്രീ ഉല്ലാസ് കോവൂർ, താങ്കൾക്ക് ഗവൺമെന്റ് നിയോഗിക്കപ്പെട്ട കമ്മിറ്റി പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ വിവാദങ്ങൾ. അപ്പോൾ കേൾക്കാമെങ്കിൽ ശ്രീ ഉല്ലാസ് കോവൂർ കേൾക്കാമെങ്കിൽ കഴിയില്ല എന്ന് AK ബാലൻ അടക്കമുള്ളവർ പറഞ്ഞു. ശ്രീ ഉല്ലാസ് കോവൂർ കേൾക്കാമെങ്കിൽ, കാരണം ഈ 2 ആരോപണം നിങ്ങളുടെ 2 MLA മാരും ഇപ്പോൾ അതേ സഭയിൽ തുടരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആവശ്യപ്പെടാൻ കഴിയും മുകേഷ് രാജിവെക്കണമെന്ന്? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രീ മുകേഷിനെതിരെ നിരന്തരമായ 1 അല്ല 2 അല്ല 3 കേസുകളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ശ്രീ മുകേഷിനെ ഒരു നടിയുടെ, പ്രശസ്തയായ നടിയുടെ വീട്ടിൽ നിന്നും അവരുടെ മാതാവ് അടിച്ചു പുറത്താക്കപ്പെട്ട ഒരവസ്ഥ പോലും പുറത്തു വന്നിരിക്കുക. ഒരു ജനപ്രതിനിധിയാണ്. ആ 2 MLA മാരെ സംബന്ധിച്ച് വ്യക്തിപരമായ ഉണ്ടായ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു കേസ്. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതാണോ?
കേരളീയ പൊതുസമൂഹത്തിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഒരു ജനപ്രതിനിധി, ഒരു ഗവൺമെന്റിന്റെ ഭരണകക്ഷി MLA നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗുരുതരാവസ്ഥയാണ്, ഗുരുതരമായ പ്രതിസന്ധിയാണ് കേരളീയ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതൊരു സാമൂഹ്യ വിഷയമല്ലേ? പ്രിയപ്പെട്ട ശ്രീരാജൻ, നിങ്ങൾ 2-3 ദിവസമായി ഈ വിഷയം തന്നെ ചർച്ച ചെയ്യുന്നു. ഇതൊരു ഗുരുതരമായ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. മലയാള സിനിമയിൽ മാത്രമല്ല, കേരളീയ പൊതുസമൂഹത്തിൽ സ്ത്രീ സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ് നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ വെളിപ്പെടുത്തൽ, അങ്ങനെ ഗവൺമെൻറ് ഏജൻസിയുടെ ഭാഗമായി വന്നിട്ടുള്ള ഒരു വിവാദമാണിത്. കേവലം എം മുകേഷിൻ്റെ വിവാദത്തെ അങ്ങനെ ചുരുക്കി നമുക്ക് കാണാൻ കഴിയുമോ? ഇവിടെ RYF-ന് പറയുവാനുള്ളത്, ഉല്ലാസ് കോവൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുകേഷിനെ അനുകൂലിച്ച് ആരും എത്തിയിട്ടില്ല. അതുകൂടി നമ്മൾ മുഖവിലേക്ക് എടുക്കണം. പിന്നീട് MLA സ്ഥാനം രാജിവെക്കണമെന്ന കാര്യത്തിൽ അത് പിന്നീട് അതിന് ഒരുപാട് തലങ്ങളുണ്ട്. കാരണം അല്ലല്ല, ഈ ഇദ്ദേഹം ഈ പറയുന്ന മുകേഷ് MLA ഒരുപക്ഷെ അദ്ദേഹം തിരിച്ചെത്തുകയാണ്. കോടതിയിൽ ട്രയലൊക്കെ നടന്ന് കുറ്റവിമുക്തനായി തിരിച്ചെത്തുമ്പോൾ എന്തായിരിക്കും? കാരണം MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു കിട്ടില്ല. അത് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾക്ക് ചെറിയ അളവിലെങ്കിലും ഒരു അടിസ്ഥാനമില്ലേ? ഞാൻ പറയാം, ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ പിറവി ദിനമാണ്. മഹാത്മാ അയ്യങ്കാളി അപരിഷ്കൃതമായ കാലഘട്ടത്തിൽ ഒരു ജാതി വ്യവസ്ഥിതിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ താഴെത്തട്ടിലെ പാവപ്പെട്ട ആളുകളെ ലൈംഗികമായി അക്കാലത്ത് ചൂഷണം ചെയ്യപ്പെട്ടിരുന്ന ആ അപരിഷ്കൃത കാലഘട്ടമായിരുന്നു മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള ആളുകൾ പോരാടിയത്. ആ നവോത്ഥാന പ്രക്രിയയുടെ വിളവെടുപ്പുകാരായി വന്നവരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. ആ നവോത്ഥാന കാലഘട്ടത്തിൻ്റെ നാരായണ ഗുരുദേവൻ അടക്കം മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള ആളുകൾ ഉഴുതുമറിച്ച നവോത്ഥാന കാലഘട്ടത്തിൻ്റെ വിളവെടുപ്പുകാരുടെ ഭരണത്തിൽ, അല്ലെങ്കിൽ 2016 സ്ത്രീ സുരക്ഷിതത്വം പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ് നിയോഗിക്കപ്പെട്ട ഒരു കമ്മിറ്റി, ഒരു കമ്മീഷൻ, ആ കമ്മീഷന്റെ വിവാദങ്ങളിൽ നിന്നാണ് ഈ പരാതികൾ ഉയർന്നു വരുന്നത്. കേവലം 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു വിവാദമായി നമുക്ക് ചുരുക്കാൻ കഴിയുമോ? സി റെജി ലൂക്കോസ് അതിനെയാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. റെജി ലൂക്കോസ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരേ ഒരു ചോയ്സേ ഉണ്ടായിരുന്നുള്ളൂ, മുകേഷ്. അന്ന് പരാജയത്തിന് ശേഷം ചേർന്ന കൊല്ലം ജില്ലാ CPM കമ്മിറ്റിയിൽ PK ഗുരുദാസൻ എന്ന മുതിർന്ന നേതാവ് ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. കാര്യം, മോശപ്പെട്ട ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ ഫലം അത് സ്ഥാനാർത്ഥിയാക്കിയവരാണ് യഥാർത്ഥ കുറ്റക്കാരെന്ന്. അപ്പോൾ എന്തുകൊണ്ടൊരു ദീർഘവീക്ഷണം CPM-നെ സംബന്ധിച്ചുള്ള ഉണ്ടാകാതെ പോയി? ഇത്തരത്തിൽ ആരോപണം പേറിയ ഒരാളെ ചുമക്കേണ്ട ബാധ്യത അവിടുത്തെ ജനങ്ങൾക്കുണ്ടോ കൊല്ലത്തെ? നിങ്ങൾക്ക് 2 പേർക്കുള്ള മറുപടി. അതായത് 2016 മുമ്പ് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് RYF-ന്റെ സുഹൃത്തുകൂടെ പറഞ്ഞു, അത് തന്നെ ആവർത്തിക്കുന്ന പ്രതീക്ഷിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 2016 അദ്ദേഹത്തിന് ഈ ആരോപണങ്ങൾ നിലനിൽക്കെ കൊല്ലത്തെ വോട്ടർമാരെ 10,000 പര വോട്ടിന് ജയിപ്പിച്ചു. ഈ വിജയം 2021 ആവർത്തിക്കുകയും ചെയ്തു. അപ്പൊ കൊല്ലത്തെ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത വോട്ടർമാരുടെ വെറും മണ്ടന്മാരും വിട്ടികളുമാണോ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് 1.5 ലക്ഷം വോട്ടിന് തോപ്പിച്ചെന്നാണ് RYF-ന്റെ സുഹൃത്തോട് പറഞ്ഞത്. ശരിയാണ്, അദ്ദേഹം തോറ്റു, ജനങ്ങൾ അദ്ദേഹത്തിനെ വീട്ടിലിരുത്തി. പക്ഷെ ഒരു കാര്യം, അങ്ങനെയാണെന്നുകൊണ്ട് നിങ്ങളുടെ നിയമസഭയിലേക്ക് 3-4 പേര് മത്സരിച്ചില്ലേ? നിങ്ങളുടെ സമുന്നത നേതാവ് AS അസീസ് സൈദം എത്ര ധൈര്യമായിട്ടാണ് പരാജയപ്പെട്ടത്? ഒറ്റയാളെ ജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഒറ്റയാളെ ജയിപ്പിക്കാൻ സാധിച്ചല്ലോ. പിന്നെ അന്തസ്സായ നിലപാട് ഈ 2 MLA-മാർക്ക്, നിങ്ങളുടെ 2 MLA-മാർക്കെതിരെ UDF അന്തസ്സായ നിലപാടെടുത്ത് പറഞ്ഞു. ശരിയാ, ഞാനും അംഗീകരിക്കുന്നു. നിങ്ങളുടെ അന്തസ് എന്താ? 2015 ജയിച്ച ഇവിടെ വിഴിഞ്ഞത്തെ MLA ഈ സ്ത്രീപീഡനത്തിന്റെ പേരിൽ കോടതിക്ക് ബോധ്യമായത് കൊണ്ട് റിമാൻഡ് ചെയ്ത് 1.5-2 മാസക്കാലത്തോളം ജയിലിൽ കിടന്ന വ്യക്തിയെ 2021 വീണ്ടും നിങ്ങൾ സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ചു. മറ്റേയാളെ ഇതുപോലെ തന്നെ ജാമ്യത്തിലായപ്പോൾ അങ്ങനെ നിങ്ങൾ സംരക്ഷിക്കുന്നു. അതിനൊരു മേന്മ വരുത്തേണ്ടത് എന്താണ്? ഇതല്ല ഞങ്ങളുടെ സ്ത്രീപക്ഷ നിലപാട്, ഞങ്ങൾ വിപ്ലവകരമായ നിലപാട് എടുക്കുമെന്നാണ് പറയേണ്ടത്. പഴയതിനെ ചേർത്ത് വായിച്ചുകൊണ്ട് ഉപമ നടത്തിക്കൊണ്ടല്ലോ അതിനൊരു പിടിവള്ളി തേടേണ്ടത്. അതിനെ മേന്മയുണ്ടാകുന്ന ഒരു നിലപാട്, ഒരു ആർജവം കാട്ടാൻ എന്തുകൊണ്ട് മടി? കാരണം പോട്ടെ, അത് MLA സ്ഥാനമാണ്. ഇപ്പോൾ ഒരു നയരൂപീകരണ സമിതിയിൽ അദ്ദേഹം ഞെളിഞ്ഞിരിക്കുകയാണ്. ആ നയ സിനിമയ്ക്ക് വേണ്ടി കരട് അടുത്ത മുന്നോട്ട് പോക്കിന് ഈ കോൺക്ലേവിലടക്കം മുൻനിരയിൽ ഇത്തരം കക്ഷികൾ ഉണ്ടാകില്ലെന്ന് എന്തുറപ്പ് പറയാൻ കഴിയും ശ്രീ റെജി ലൂക്കോസ്? അത് സംശയിക്കേണ്ട പ്രതീക്ഷ. അങ്ങേരോട് അദ്ദേഹത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എന്ത് രാജിവെക്കും? ഒരു തർക്കമില്ല കാര്യത്തിൽ. CPM ഒന്നും അദ്ദേഹത്തിനെ ആ സിനിമാ നയരൂപീകരണ സമിതിയുടെ 1ാമത്തെ മെമ്പറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇരുത്തത്തില്ല. ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട കാര്യത്തിൽ. MLA സ്ഥാനത്ത് അദ്ദേഹം രാജിവെക്കാനുള്ള അവസ്ഥ വന്നാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് നിജസ്ഥതയുണ്ട്.
അത് കോടതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം തീരുമാനം എടുക്കും. അതല്ലാതെ കൊണ്ട് വെറുതെ ഒരു ആരോപണത്തിന് ഒരു MLA-ക്ക് രാജിവെക്കാൻ പറ്റുമോ? ഞാൻ അതുകൊണ്ടാണ് ഇവരുടെ ഉദാഹരണം പറഞ്ഞു. ഇവരുടെ ഉദാഹരണം വളരെ കറക്റ്റ് അല്ലേ? കേരളം കണ്ടോണ്ടിരിക്കുമല്ലേ? കേരളത്തിലാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആരോപണമല്ല ഞങ്ങൾ ഉന്നയിച്ചത്, തമിഴ്നാട്ടിൽ നിന്നുള്ള ആരോപണമല്ല ഞങ്ങൾ ഉന്നയിച്ചത്. അത് വളരെ സുവ്യക്തമല്ലേ? പിന്നെ ധാർമ്മികതയുടെ കാര്യം, ആ ധാർമ്മികതയുടെ കാര്യമല്ലേ നേരത്തെ ഞാൻ പറഞ്ഞു. രഞ്ജിത്ത് പറഞ്ഞ സംവിധായകനെ രാജിവെപ്പിച്ചു. അദ്ദേഹം ഇപ്പൊ ഈ പിന്നെ ആ പിന്നെ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷസ്ഥാനത്തിൽ 24 മണിക്കൂറോട് അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. അതല്ലേ ഈ പാർട്ടി? അങ്ങനെയാണ് രാജിവെക്കേണ്ടത്. ശ്രീ റെജി ലൂക്കോസ്, ഇന്നിപ്പോൾ ഈ ശ്രീ വിനയൻ ഉയർത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റുകളായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ ബി ഉണ്ണികൃഷ്ണൻ എല്ലാ കാലവും താങ്കൾ ഈ രഞ്ജിത്തിൽ കാണുന്ന അതേ ആ ശരികേടുകൾ അത് ഒരുപക്ഷെ ബി ഉണ്ണികൃഷ്ണനിലേക്കും ഉണ്ട് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുന്ന ആളുകളാണ്. അതായത് പ്രബല വിഭാഗത്തിനൊപ്പം എല്ലാ കാലവും നിന്നിട്ടുള്ളതും ഇത്രയും ദിവസമായിട്ടും ഇത്രയും സ്വന്തം സഹോദരിമാർ പിച്ചു ചീന്തപ്പെട്ടു എന്നടക്കം ആരോപണങ്ങളുമായി വരുമ്പോൾ ശബ്ദിക്കാതെ ഇരിക്കുകയാണ് ബി ഉണ്ണികൃഷ്ണൻ. ഏറ്റവും ഒടുവിൽ മൈക്ക് കാട്ടുമ്പോഴും തട്ടിമാറ്റി ഒളിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ലേബൽ ചെയ്യപ്പെടുന്നത് ആരുടെ പേരിലാണ്? ഈ സംഘടനയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ പേരിൽ ഞെളിഞ്ഞിരിക്കുകയാണ്. പ്രതീക്ഷ അദ്ദേഹത്തിന്റെ പേരിൽ, രഞ്ജിത്തിന്റെ പേരിൽ ഉയർത്തപ്പെട്ട ഒരു ആരോപണം ഇന്നുവരെ ബി ഉണ്ണികൃഷ്ണന്റെ പേരിൽ ആരോപിക്കപ്പെട്ടതായിട്ട് ഞാൻ ഇന്നുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചായിട്ട് ഉയർന്നതായിട്ട് ബി ഉണ്ണികൃഷ്ണന്റെ പേരിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. യാതൊരു സംശയമില്ല. വിനയൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് എതിരെ വിധി വന്നു, അദ്ദേഹം പിഴ അടയ്ക്കേണ്ട വന്നു. അദ്ദേഹത്തിന് കൂടത്തെ അതിന്റെ പിന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ട സമിതിയിൽ അദ്ദേഹത്തിന് അംഗമാക്കാൻ പാടില്ല, പ്രത്യേകിച്ച് കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെ ഒഴിവാക്കണം. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അത് മുഖ്യമന്ത്രി പരിശോധിക്കട്ടെ, അതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ഉചിതമായ തീരുമാനം എടുക്കട്ടെ. അതിനകത്ത് യാതൊരു തർക്കമില്ല. ബി ഉണ്ണികൃഷ്ണന്റെ പേര് അനാവശ്യമായ ആരോപണങ്ങളൊന്നും ഉന്നയിക്കരുത്. അദ്ദേഹമൊക്കെ മറുപടി പറയേണ്ടതാണ്. ഒരുപക്ഷെ അദ്ദേഹം മറുപടി പറയേണ്ട സാഹചര്യം എത്തിക്കാണത്തില്ലായിരിക്കും. ഇപ്പൊ മോഹൻലാൽ അക്ഷരം പോലും മിണ്ടിയോ? ഈ നിമിഷം വരെ രാജിവെച്ച് ഇറങ്ങിപ്പോയില്ലേ? ഒരക്ഷരം അദ്ദേഹം മിണ്ടിയോ? അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല. പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ മിണ്ടിയില്ല. സംസാരിച്ചാരാ? ശരി, തീർച്ചയായും ശ്രീ റെജി ലൂക്കോസ്. അവസാനമായ ശ്രീ ഉല്ലാസ് കോവൂർ, എന്താണ് ഇനി RSPയുടെയും UDF-ന്റെയും നിങ്ങളുടെ യുവജന സംഘടനയും ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ്? ഇന്നത്തെ പ്രതിഷേധത്തോടുകൂടി കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണോ അതോ വീണ്ടും ആളിക്കത്തിക്കേണ്ട സാഹചര്യമുണ്ടോ? ശ്രീരാജ്, അതിനു മുമ്പ് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ കാര്യം, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ശ്രീ റെജി ലൂക്കോസിനോട് ഒരു കാര്യം ഞങ്ങൾ പറയാം. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആരും പെണ്ണിപിടിയന്മാരല്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആരും അനാശാസ്യ പ്രവർത്തനത്തിൽ നടക്കുന്നവരായിരുന്നില്ല. ഞങ്ങളുടെ RSPയുടെ ഒരു നേതാവും ഒരു പീഡന കേസിലും പ്രതിയായിരുന്നിട്ടില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കൂ. അല്ലാതെ ഇതുപോലുള്ള ആളുകളെ ന്യായീകരിക്കാനും ചാനലിൽ വന്നിരുന്ന് ഇത്തരം ന്യായീകരണ വാദവുമായി ഇരിക്കുമ്പോൾ എനിക്ക് ആവർത്തിച്ച് നിങ്ങളോട് പറയാനുള്ളത് മിസ്റ്റർ റെജി ലൂക്കോസ്, അദ്ദേഹം പറഞ്ഞു ഈ 2 MLA-മാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ ശ്രീ M മുകേഷിനെ എത്ര ന്യായീകരിച്ചാലും കൊല്ലത്ത് സഖാവ് N ശ്രീധരനും സഖാവ് PK ഗുരുദാസനും അടക്കമുള്ള പ്രാമാണികരായ കമ്മ്യൂണിസ്റ്റുകൾ കൊല്ലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ചിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയെ നയിച്ചിരുന്ന ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ ചില വ്യാജ ഡോക്ടറേറ്റുമായി ചില ആളുകൾ വന്ന് പറയുന്നു കൊല്ലത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് മുകേഷ് എന്ന്. കൊല്ലത്തിന് അങ്ങനെ ഒരു ബ്രാൻഡ് അംബാസിഡറും വേണ്ട. ഇത്തരത്തിൽ സ്ത്രീ പീഡകരും ഇത്തരത്തിൽ അനാശാസ്യ പ്രവർത്തനം നടത്തുന്നവരും അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും മേൽ എന്ത് ഹുങ്കും നടത്തി കേരളീയ പൊതുസമൂഹത്തെ ധാർഷ്ട്യത്തോടുകൂടി മറുപടി പറയാമെന്ന് എത്ര പരിതാപകരമാണ്. ഇതുപോലൊരു ശ്രീ റെജി ലൂക്കോസ്, നിങ്ങൾ പറഞ്ഞ അബദ്ധങ്ങൾ ദയവ് ചെയ്ത് ആവർത്തിക്കാതിരിക്കുക. കാരണം കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. RYF-ന് പറയുവാനുള്ളത്, RSPക്ക് പറയുവാനുള്ളത് ആ ഒരു ഘട്ടമാണോ ഇപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം നേരിടുന്നത്? ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പുറത്തു വന്ന, അതായത് നിങ്ങളുടെ ഗവൺമെന്റ് പുറത്തു കൊണ്ടുവന്ന പരാതികൾ, ആദ്യം ശ്രീ AK ബാലൻ നിങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞു അന്തരീക്ഷത്തിൽ നിന്ന്. ശ്രീ റെജി ലൂക്കോസ്, ഞാനൊന്ന് പറയട്ടെ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരിക്കുകയായിരുന്നല്ലോ, ഞാനൊന്ന് പറയട്ടെ.
ഞാൻ നിങ്ങളുടെ ചാർജ് കേന്ദ്ര ഷീറ്റ് കമ്മിറ്റി അംഗം പറഞ്ഞതേ ശ്രീ സഖാവ് AK ബാലൻ പറഞ്ഞു അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്നും കേസെടുക്കാൻ കഴിയുകയില്ല, പരാതിക്കാരുണ്ടെങ്കിൽ കേസെടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ പരാതിക്കാരുണ്ടല്ലോ, എന്തേ കേസെടുക്കാത്തത്? ശരി. അപ്പൊ എന്തേ കേസെടുക്കാത്തത് മിസ്റ്റർ റെജി ലൂക്കോസ്? അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് ശ്രീരാജ് പറഞ്ഞതുപോലെ RYF-നെ സംബന്ധിച്ച്, RSPയെ സംബന്ധിച്ച് കൊല്ലത്തിന്റെ തെരുവോരങ്ങളിൽ MLA ബോർഡും വെച്ച് ഓടി കാറിൽ കറങ്ങാമെന്ന് ശ്രീ മുകേഷ് വിചാരിച്ചാൽ അതിനെതിരായി അതിശക്തമായ പോരാട്ടവുമായി RYF-ഉം RSPയും സജീവമായി വരുന്ന ആളുകൾ അതിനൊരു സംശയവും വേണ്ട. നിങ്ങൾ എത്ര മൂടി വെച്ചാലും ഇവിടെ ഇന്നലെ CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്നലെ കൂടിയല്ലോ. ശ്രീ KN ബാലഗോപാലിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ പുറത്തു വന്നല്ലോ. ഇവരൊക്കെ പരോക്ഷമായി ഈ സ്ത്രീ പീഡകനെ, ഈ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ പെണ്ണുപിടിയനെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചിട്ടുള്ളത്? ഉളുപ്പ് വേണ്ടേ, നാണം വേണ്ടേ, അന്തസ് വേണ്ടേ ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തകർക്ക് വേണ്ടി ന്യായീകരിക്കാൻ? അപ്പൊ അതുകൊണ്ട് ന്യായീകരിക്കുന്നവർ ന്യായീകരിച്ചോട്ടെ. നിയമപരമായി ആഭ്യന്തര വകുപ്പ് ഇദ്ദേഹത്തിനെതിരായി നടപടികൾ സ്വീകരിക്കണം. ആ നടപടികൾ കടുത്ത നടപടികളായിരിക്കണം. തൊഴിലിടങ്ങളിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മഹാത്മാ അയ്യങ്കാളിയുടെ പ്രവിദിനമാണെന്ന്. ശരി. തൊഴിലിടങ്ങളിൽ സ്ത്രീ സഹോദരിമാർ അവർക്ക് നിർഭയമായി തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണം. നിർഭയമായി തൊഴിലിടങ്ങളിൽ ശക്തമായ സമരങ്ങളിലേക്ക് ജോലി ചെയ്യാനുള്ള ജനാധിപത്യം ഉണ്ടായിരിക്കും. മുകേഷ് MLA സ്ഥാനത്ത് തുടർന്നാൽ എന്നാണ് അറിയിക്കുന്നത്. വളരെ നന്ദി. ശ്രീ റെജി ലൂക്കോസൊപ്പം RYF-ന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉല്ലാസ് കോവൂരും നിലപാടുകൾ അറിയിച്ചതിന്.